മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധന്യമായി ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടത്തിയ GST നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള ഉജ്ജ്വലമായിട്ടുള്ളൊരു പ്രഭാഷണം കേട്ടു. ഭഗവത്ഗീതയിലും വേദത്തിലും സർദാർ പട്ടേലിലും വിട്ടുപോകാതെ ജവഹർലാൽ നെഹ്റുവിലും നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ച അനവധി വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞും ആ പ്രഭാഷണം സമുജ്വലമായിരുന്നു, വസ്തുതാപരമായിരുന്നു. ഒരു വാക്കുപോലും മാറ്റാനോ കൂടുതലായിട്ടൊരു വരി ചേർക്കാനോ ഇല്ലാത്ത വിധത്തിൽ അദ്ദേഹം പറഞ്ഞു. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങൾ ഈ GST കമ്മിറ്റിയുടെ 18 മീറ്റിങ്ങുകളെ ഓർമ്മിപ്പിക്കുന്നു. ഭഗവത്ഗീതയെക്കുറിച്ച് ലോകമാന്യ തിലകൻ എഴുതിയ ഒരു പുസ്തകത്തിൽ വേദത്തിലെ വരി സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവഹ സമാനമസ്തുവോ മനോ യഥാവസ്തു സഹാസതി. നമ്മളുടെ നിലനിൽപ്പ് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാകട്ടെ, നമ്മളുടെ ഹൃദയമിടിപ്പും ഒരേ തരംഗദൈർഘ്യമുള്ളതാവട്ടെ, നമ്മൾ എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ ജഗതീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന ഋഗ്വേദത്തിലെ ഐകമത്യ സൂക്തത്തെ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീ മോഡി പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ ദേശത്തെയും കാലത്തെയും വ്യക്തികളെയും ഒരു തരത്തിലും വിട്ടുപോകാതെ അറിയേണ്ടവരുടെ പേരുകളും അറിയിക്കേണ്ട കാലവും നടന്ന സംഭവങ്ങളുമെല്ലാം ചേർത്ത് സമുജ്വലമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ കാലുകുത്തിയ അനവധി വ്യക്തികളുടെ പേര് അദ്ദേഹം പറഞ്ഞു. അവിടെ സ്വാതന്ത്ര്യ ദിനം ആരംഭിച്ച സമയം അർദ്ധരാത്രി ആഗസ്റ്റ് 14 1947. അതും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിലെ അനവധി നാട്ടുരാജ്യങ്ങൾ വേറെ വേറെ നിന്നതിനെ ഒരുമിച്ച് എങ്ങനെയാണോ സർദാർ വല്ലഭായ് പട്ടേൽ കൊണ്ടുവന്നത്, അതേപോലെ 500-ലധികം നികുതികളെ ഒരുമിച്ച് കൊണ്ടുവരാൻ GSTക്ക് എല്ലാ പിൻഗാമികളുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇന്നത് സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻകം ടാക്സ് എന്ന ടാക്സിനെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെയധികം വികാരനിർഭരമായിട്ട് പറഞ്ഞ അദ്ദേഹം നമ്മളുടെ 500 തരത്തിലുള്ള ടാക്സുകളെക്കുറിച്ച് കേട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പറയുക എന്നും അദ്ദേഹം പറഞ്ഞു. GST നടപ്പാക്കുമ്പോൾ ഈ രാഷ്ട്രത്തിലെ ജനതയ്ക്കുണ്ടാവുന്ന ലാഭം, ഈ രാഷ്ട്രത്തിലെ ജനതയ്ക്ക് തുടക്കത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ പ്രശ്നങ്ങൾ, അതെങ്ങനെ അക്കോമഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ സംസ്ഥാനവും ഒരുമിച്ച് വളരണം, വളർന്നിരുന്നവർക്ക് കൂടുതൽ വളരാനും വളരാത്തവർക്ക് മറ്റുള്ളവരോടൊപ്പം വളരാനുമുള്ള അവസരം ലഭിക്കുന്നു GST എന്ന വാക്ക് തന്നെ ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ് എന്ന് അദ്ദേഹം ശരിക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളതിന് പകരം ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ് എന്ന് മാറ്റി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പാർലമെൻറ്റ് അംഗങ്ങൾ മാത്രമല്ല, മറിച്ച് ആരെല്ലാമാണോ GSTയുടെ നിയമാവലികൾ ഉണ്ടാക്കാനായിട്ട് സഹായിച്ചത്, രാപ്പകലില്ലാതെ പ്രവർത്തിച്ചത്, അവരെ എല്ലാവരെയും ജൂൺ മാസം 30 അർദ്ധരാത്രിക്ക് ജൂലൈ മാസം ആരംഭിക്കുന്ന 1 1 യാമത്തിൽ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് നന്ദിയും കടപ്പാടും കൃതജ്ഞതയും അറിയിച്ചു. എല്ലാ പൂർവ്വ പ്രധാനമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും അതിനുവേണ്ടി പ്രവർത്തിച്ച ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം സ്മരണകൾ അല്പം പോലും വിടാതെ ഇതിൻ്റെ ക്രെഡിറ്റിൻ്റെ അവകാശി താനോ തൻ്റെ മന്ത്രിസഭയോ മാത്രമല്ലെന്നും ആരംഭകാലം മുതൽക്ക് പ്രവർത്തിച്ചവരെല്ലാം അതിൻ്റെ ക്രെഡിറ്റിൻ്റെ അവകാശികളാണെന്നും ഈ രാഷ്ട്രം ഇനിയും ഒരുമിച്ച് മുമ്പോട്ട് പോകണമെന്നും ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടുന്ന 1 കൺട്രി 1 നേഷൻ 1 പീപ്പിൾ 1 ടാക്സ് എന്ന സംവിധാനം ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ ഒത്തിരി അധികം മുമ്പോട്ട് കൊണ്ടുപോകുമെന്നും ഏത് തരത്തിലുള്ള വ്യവസായം ആരംഭിക്കാൻ, വ്യാപാരം ആരംഭിക്കാൻ അകത്തുള്ളവരും പുറത്തുള്ളവരും ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഇതൊരു അനുഗ്രഹമായി മാറുമെന്നും അങ്ങനെ ധന്യമായി ഒരൊറ്റ ഭാരതം എന്ന സങ്കല്പം വളരെയേറെ പ്രാവർത്തികമായ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വികാര തീവ്രമല്ലാത്ത
എന്നാൽ വിവരതീവ്രമായ ആ പ്രഭാഷണം വളരെ വളരെ ശാന്തതയോടുകൂടി ധന്യമായിട്ട് എല്ലാവരും കേൾക്കുകയുണ്ടായി. എല്ലാവരും അതിനെ കൈയടിച്ചു. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും, ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടിക്കാരതിൽ ബോയ്ക്കോട്ട് ചെയ്താലും അല്ലെങ്കിൽ സന്നിഹിതരായാലും, ഈ രാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് അപസ്വരങ്ങളും അപകടസ്വരങ്ങളും എല്ലാം സ്വീകരിച്ച് അതിലൊന്നും തളരാതെ തകരാതെ വരളാതെ ഈ ഭാരതം ഒരൊറ്റ രാഷ്ട്രമായിട്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെ കാണിക്കാൻ വേദത്തിൻ്റെ വരികളും ഭഗവത്ഗീതയുടെ വരികളും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വരികളും അതുപോലെ തന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ള പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും അവരിൽ പേരെടുത്ത് പറയാൻ യോഗ്യതയുള്ളവരുടെ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് രാഷ്ട്രായ സ്വഹ രാഷ്ട്രായ ഇദം നമമ, എല്ലാം ഞാൻ രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നു, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നറിയിക്കുകയും ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ സംസ്കാരത്തിൽ ഏറ്റവും ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലുള്ളൊരു രാഷ്ട്രത്തിൽ